പ്രദേശത്തും ഇന്നലെ മുതൽക്ക് തന്നെ CPM-കാരല്ലാത്തവര്, LDF-കാരല്ലാത്തവര് എല്ലാം ഈ നിരാഹാരം കിടക്കുന്ന ആളുകളെ കണ്ട് പിന്തുണ അറിയിക്കുന്ന നില സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വീട്ടിലുമുള്ള ആളുകളാണ് ആ പ്രദേശമാകെ ഈ നിരാഹാരം കിടക്കുന്നവരുടെ അടുത്തേക്ക് അതിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്നത്. ആ ചൂട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ നയം തിരുത്തേണ്ടതായിട്ട് വരും. കാരണം നാടിന്റെ മൊത്തം വികാരം, ജനങ്ങളുടെ ആകെ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു സമരമുറയാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്ന നിരാഹാര സമരം. അപ്പോ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് കോൺഗ്രസ് ഒരു സമീപനമായി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. എന്താ അതിന്റെ ഫലം? കോൺഗ്രസിനെ ജനങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു. തങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരെ എതിരിട്ടാകുന്ന ജനങ്ങൾ ഇപ്പൊ രാജ്യത്തിന് ഏറ്റവും അധികം ഒറ്റപ്പെട്ട പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതാണല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ കോൺഗ്രസിന് ഏൽക്കേണ്ടി വന്ന ദയനീയമായ പരാജയം ചെറുതാണ്. രാജസ്ഥാനും ഡൽഹിയും കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളായിരുന്നു. രാജസ്ഥാനിൽ കോൺഗ്രസിന് ആകെ കിട്ടിയത് 21 സീറ്റാണ്. ഡൽഹിയിൽ കിട്ടിയതോ 8. ഇതാണ് കോൺഗ്രസിന്റെ നില. ദയനീയമായ ഒറ്റപ്പെടൽ. ജനങ്ങൾ പൂർണ്ണമായി കൈയൊഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിനോടുള്ള ഈ വിരോധം, ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട അവസ്ഥ ചിലയിടത്ത് BJP ഗുണം ചെയ്തു. കാരണം ഇപ്പൊ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് BJP 10 വർഷം ഭരിച്ചതാണ്. 10 വർഷം ഭരിച്ച ആ BJPയെ കുറിച്ച് ജനങ്ങൾക്കാകെ കടുത്ത അഭിപ്രായ വ്യത്യാസമാണ്. 13 മന്ത്രിമാർക്കെതിരെയാണ് ഒരു സംസ്ഥാനത്ത് അഴിമതി ആരോപണം വന്നത്. ലൈംഗികാരോപണം അടക്കമുണ്ട്. അപ്പോൾ ഒരു വൃത്തികെട്ട വിഭാഗമായിട്ട് ആ ഭരണ സംവിധാനത്തെ ജനങ്ങൾ കാണുകയാണ്. പക്ഷേ ഇവിടങ്ങളിലെല്ലാം ഉള്ള പ്രശ്നം ഒന്നുകിൽ കോൺഗ്രസ് അല്ലേ BJP, 2 പാർട്ടികളെയും. അപ്പോൾ വേറെ ഒന്നിനെ തെരഞ്ഞെടുക്കാനില്ല. ഇടതുപക്ഷമൊക്കെ വളരെ വളരെ ദുർബലമാണ്. അപ്പോൾ BJP അല്ലെങ്കിൽ പിന്നെ വരേണ്ടത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഒരു കാരണവശാലും വന്നുകൂടാൻ ജനങ്ങൾ. അതിന്റെ ഗുണഫലമാണ് BJPക്ക് കിട്ടിയത്. അപ്പൊ എത്രമാത്രം കോൺഗ്രസ് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. എന്നാൽ ഇവിടെ വേറൊരു വശമുണ്ട്. കോൺഗ്രസ് ഇങ്ങനെ ഒറ്റപ്പെട്ടപ്പോ BJP കുറച്ച് മേലിനടിച്ച് പറയാണ്, ഇനി അടുത്ത ഭരണം ഞങ്ങളതാണ്. അതിനെ നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രചരണം രാജ്യവ്യാപകമായി നടത്തുക. കോടാനുകോടി രൂപയാണ് ചെലവഴിക്കുന്നത്. പണത്തിന് ക്ഷാമമില്ലേ? കോർപ്പറേറ്റുകളാകെ BJPയെ പിന്താങ്ങുന്നു. കോൺഗ്രസിനോടും ഇഷ്ടക്കുറവൊന്നുമില്ല. എന്നാൽ കൂടുതൽ BJPയാണ് പിന്താങ്ങുന്നതെന്നാണ് ഇപ്പൊ അടുത്ത കാലത്തെ വാർത്തകളിൽ കാണുന്നത്. കോർപ്പറേറ്റുകളുടെ മാനസപുത്രരായി കോൺഗ്രസും BJPയും നിൽക്കുന്നു. പണത്തിന് ക്ഷാമമില്ല. വലിയ പ്രചരണം. മോഹിക്കാൻ എന്തോ മോഹിക്കാനോ. പക്ഷെ ആ മോഹത്തിന് യാഥാർത്ഥ്യമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ രാജ്യത്ത് BJP ഭരിക്കുമെന്ന് BJP പ്രചരിപ്പിക്കുന്നത് എന്തെങ്കിലും വസ്തുതയുടെ പിൻബലത്തിലാണോ? ചില BJPക്കാരെ പറയും ഞങ്ങൾ 4 സംസ്ഥാനങ്ങളിൽ ജയിച്ചില്ലേ. അതായത് 4 സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷം സീറ്റുകൾ ഞങ്ങൾക്കല്ലേ? അതെ, 4 സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷം സീറ്റ് ഇപ്പൊ ആദ്യമായിട്ടാണോ BJPക്ക് ലഭിക്കുന്നത്? 2009 എന്തായിരുന്നു സ്ഥിതി? 2004 എന്തായിരുന്നു സ്ഥിതി?
2004-ലും 2009-ലും എല്ലാം ബിജെപിക്ക് തന്നെയാണ് ഈ 4 സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷ സീറ്റുകൾ. ആ ഭൂരിപക്ഷ സീറ്റ് ലഭിച്ചുകൊണ്ട് ബിജെപിക്ക് ഭരിക്കാൻ കഴിഞ്ഞു. ഈ 4 സംസ്ഥാനങ്ങളിൽ ആകെ ഉള്ളത് 72 സീറ്റാണ്. ആ 72 സീറ്റ് വെച്ച് ലോക്സഭയിൽ ഭൂരിപക്ഷമാവില്ല. ലോക്സഭയിലെ വളരെ നേരിയ വിഭാഗം മാത്രമേ അത് വരുന്നുള്ളൂ. വലിയ സംസ്ഥാനങ്ങൾ വേറെ കിടക്കുന്നു. ആ വലിയ സംസ്ഥാനങ്ങളിൽ ബിജെപി എവിടെയുണ്ട്? ബിജെപി എവിടെയും കാണാനില്ലല്ലോ. അവിടെയെല്ലാം പ്രാദേശിക കക്ഷികളല്ലേ. ഒരിടത്ത് മുലായം സിംഗിന്റെ പാർട്ടിയാണ്, പിന്നെ മായാവതിയുടെ പാർട്ടിയെ കാണാൻ പറ്റും, നിതീഷ് കുമാറിന്റെ പാർട്ടിയെ കാണാൻ കഴിയും, നവീൻ പട്നായിക്കിന്റെ പാർട്ടിയെ കാണാൻ കഴിയും. ഇങ്ങനെ പല പാർട്ടികളല്ലേ. എവിടെയുണ്ട് ബിജെപിക്ക്? ഈ പറയുന്ന പ്രാദേശിക കക്ഷികളെ അതത് സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നത് ബിജെപിയുമായിട്ടാണോ? ഇപ്പൊ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസുമായിട്ടാണ് അവരുടെ മത്സരം. അപ്പോ ആ സംസ്ഥാനങ്ങളിലെല്ലാം വലിയ തോതിൽ ജയിച്ചു വരാൻ പോകുന്നത് പ്രാദേശിക കക്ഷികളാണ്. ഇപ്പൊ തെക്കേ ഇന്ത്യയിൽ എവിടെയാ ബിജെപി ഇപ്പോൾ ഉള്ളത്? അപ്പൊ അസാധ്യമായൊരു കാര്യം അതിങ്ങനെ മോഹിച്ച് അത് വൻതോതിൽ പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുക. അതൊന്നും നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യവുമായി പുലബന്ധമുള്ളതല്ല. പിന്നെ ബിജെപി എന്ത് കണ്ടാണ് ആള് തെരഞ്ഞെടുക്കുക? ബിജെപി എന്ന് പറയുന്ന പാർട്ടിയെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാലോ. ജനദ്രോഹപരമായ നടപടികളുടെ കാര്യത്തിൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? കോൺഗ്രസിന്റെ അതേ നയമാണ് ബിജെപിക്ക്. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും ഒരേ മുഖമാണ്. അടുത്ത കാലത്ത് പങ്കാളിത്ത പെൻഷൻ പാർലമെന്റ് നിയമം പാസായി. ആ പങ്കാളിത്ത പെൻഷൻ നിയമമാക്കുന്നതിന് ബിജെപിയാണ് സഹായം ചെയ്തു കൊടുത്തത്. ബിജെപി ഒരു പ്രതിപക്ഷ പാർട്ടിയാണെങ്കിലും കോൺഗ്രസിനെ പിന്താങ്ങി. എന്താ ഇപ്പൊ അതിന്റെ അവസ്ഥ? കർണാടകയിൽ കുറെ കാലമായിട്ട് ജീവനക്കാരുടെ വിഹിതം പിടിക്കുന്നുണ്ട്. തത്തുല്യമായ സർക്കാർ വീതം അടക്കണം. സർക്കാർ വീതം ഇതേവരെ അടച്ചില്ല. ഒന്നിച്ചടക്കാൻ കാശില്ല. അപ്പൊ സർക്കാർ കണ്ടെത്തിയ എളുപ്പ വഴി ജീവനക്കാർ അടച്ച പൈസയൊക്കെ ജീവനക്കാർ തിരിച്ചു വാങ്ങിക്കുമെന്നാണ്. അതിനെതിരെ പ്രക്ഷോഭം വന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇതായിരുന്നു കേരളത്തിലെ ജീവനക്കാര് പ്രക്ഷോഭത്തിൽ ഏറ്റവും ശക്തമായി ഉയർത്തിയ കാര്യം. പെൻഷൻ ഇല്ലാതാവും. യഥാർത്ഥത്തിൽ അത് ഇപ്പൊ തന്നെ സംഭവിക്കുകയാണ്. കേരളത്തിലെ ജീവനക്കാരിൽ നിന്ന് പിടിക്കേണ്ട വിഹിതം പിടിച്ചിട്ടേയില്ല. അപ്പോൾ ഫലത്തിൽ പെൻഷൻ തകർക്കുക. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നയത്തെ, ജനവിരുദ്ധമായൊരു നയത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ആ ജനവിരുദ്ധ നയമാണ് അവർക്കുമുള്ളത് എന്നുള്ളതുകൊണ്ട് മാത്രം പിന്താങ്ങി. അപ്പോൾ ജനദ്രോഹ നയത്തിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. പിന്നെയോ കൂട്ടത്തിൽ വർഗീയതയുടെ പൂർത്തീകരണമായിട്ടാണ് ബിജെപി നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഗീയ കലാപം അഴിച്ചുവിട്ടത് RSS ആണ്. RSSന്റെ നേതൃത്വത്തിൽ നടന്നതാണ് എല്ലാ വർഗീയ കലാപങ്ങളും. ആ RSS ആണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നത്. RSSന്റെ തീരുമാനം ബിജെപിക്ക് അംഗീകരിക്കാൻ മാത്രമേ പറ്റൂ. ബിജെപി RSSന്റെ കീഴിലുള്ള ഒരു സംഘടന മാത്രമാണ്. അങ്ങനെയാണ് ബിജെപി നരേന്ദ്രമോദിയെ നേതാവായി അംഗീകരിക്കുന്നത്. നരേന്ദ്രമോദിയെ RSS നിയോഗിക്കാൻ എന്താ കാരണം? RSS ആഗ്രഹിക്കുന്ന കാര്യം അത് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നടപ്പാക്കിയ ഒരു ഭരണാധികാരിയാണ്
നരേന്ദ്രമോദി. അപ്പൊ RSS കാണുന്നത് ഇവനാണ് ഒരു ചുണക്കുട്ടി എന്നാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി വേണമെന്ന് RSSന് ആഗ്രഹം. എവിടെയാണ് നരേന്ദ്രമോദിയെ നടപ്പാക്കിയെന്നത് നമുക്കറിയാലോ. ഗുജറാത്തിൽ തന്നെ വംശഹത്യ നടത്തിയത്. ആ വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്നതിന് ഒരു പ്രയാസവും നരേന്ദ്രമോദിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹം പോലീസിനോട് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുവെന്ന് ലോകത്തെ അറിയിച്ചതാരാ? അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരടക്കമാണ്. ഇതാണ് നരേന്ദ്രമോദി. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നമ്മുടെ രാജ്യമാകെ അപലപിച്ചു. ലോകം ഇന്ത്യയെ നോക്കി അപഹസിച്ചു. എന്നാൽ RSS അഭിമാനം കൊണ്ടു. ഇതാണ് ശരിയായ വഴി. കാരണം RSSന് വേണ്ടത് മതാധിഷ്ഠിത രാഷ്ട്രമാണ്. അതിനുവേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. ആ ശരിയായ വഴിയാണ് നരേന്ദ്രമോദി സ്വീകരിച്ചത് എന്നാണ് RSS കണ്ടത്. അപ്പോ അത്തരം ഒരു മനുഷ്യൻ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നതിനെ ഈ രാജ്യത്തിലെ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്ക് ആർക്കെങ്കിലും പിന്താങ്ങാനാകുമോ? നമ്മുടെ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണല്ലോ. ആ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്ക് എങ്ങനെ ഇതിനെ പിന്താങ്ങാനാകൂ? ഇവിടെ ഭൂരിപക്ഷവുമുണ്ട്, ന്യൂനപക്ഷവുമുണ്ട്. ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ ഏതായാലും അതിലെല്ലാമുള്ള മഹാഭൂരിപക്ഷം മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. എപ്പോ BJP നരേന്ദ്രമോദിയെ നേതാവായി അംഗീകരിച്ചോ അപ്പൊ കണ്ടല്ലോ പ്രതികരണം. BJPയുടെ കൂടെയുള്ള ജനതാദളിയു സലാം പറഞ്ഞ് പിരിഞ്ഞല്ലോ. ഈ മനുഷ്യനെ നേതാവാക്കിക്കൊണ്ടാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞ് അവര് പിരിഞ്ഞുപോയി. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. എങ്ങനെയാ അതിനോട് RSS പ്രതികരിച്ചത്? ബീഹാറിൽ കലാപം നടത്തി, ഒട്ടേറെ കലാപങ്ങൾ നടത്തി. അതിന് ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് മുസഫർനാഥിൽ കണ്ടത്. രൂക്ഷമായ വർഗീയ കലാപം, അനേകം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അതിന്റെ ഏറ്റവും ബീഭത്സമായ മുഖം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെട്ട കഥ. അതിന്റെ തന്നെ ക്രൂരത ഇപ്പോ കുറെ കൂടി പുറത്തു വരുന്നുണ്ട്. മകന്റെ കഴുത്തിന് കത്തി കാണിച്ചിട്ട് അമ്മയെ ബലാത്സംഗത്തിലേക്ക് കഥ. എല്ലാം ഈ വർഗീയവാദികൾ നടത്തിയ കാര്യമാണല്ലോ. അവരെന്താ ചിന്തിക്കുന്നത്? വർഗീയ കലാപം, വർഗീയ സംഘർഷം, അതിലൂടെ വർഗീയ വികാരം ഉയർത്തുക. അങ്ങനെ ഞങ്ങൾക്ക് അധികാരത്തിലെത്താൻ കഴിയും. ഇതാണ് RSSന്റെ പ്രതീക്ഷ. പക്ഷേ നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ചിന്താഗതിയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയെടുക്കില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കാര്യം കാണണം. ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് ചെറിയൊരു പ്രതീക്ഷ. നരേന്ദ്രമോദി നേതാവായതുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം കേന്ദ്രത്തിൽ വന്നാൽ അത് രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കാകെ ആപത്തായിരിക്കും എന്ന തിരിച്ചറിവ് മതന്യൂനപക്ഷത്തിനുണ്ടാകും. അപ്പോ വോട്ട്, മതന്യൂനപക്ഷത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് തന്നെ ലഭിക്കും, കോൺഗ്രസിന് ലഭിക്കും. ഇതാണ് ചില കോൺഗ്രസുകാരുടെ പ്രതീക്ഷ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസിന് നമ്മുടെ രാജ്യത്തിലെ മതന്യൂനപക്ഷം വോട്ട് ചെയ്യുക? ഏതെങ്കിലും ഘട്ടത്തിൽ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ?
അങ്ങനെ ഘട്ടമില്ലല്ലോ. എല്ലാ ഘട്ടത്തിലും വർഗീയതയുമായി സമരസപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ ഏറ്റവും ഉയർന്ന പ്രതീകമായിരുന്നു ബാബറി മസ്ജിദ്. ബാബറി മസ്ജിദ് തകർത്തത് RSS സംഘപരിവാറും തന്നെ. പക്ഷെ തകർക്കാനായത് കോൺഗ്രസുകാരനായ പ്രധാനമന്ത്രി, കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ആ ഗവൺമെന്റ് നിസ്സംഗത പാലിച്ചതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ സാധിക്കുമായിരുന്നോ? അപ്പൊ തകർത്തവരും നിസ്സംഗത പാലിച്ചവരും ഒരേപോലെ കുറ്റവാളികളല്ലേ അതില്? അതുകൊണ്ടല്ലേ തകർക്കാനായത്? പോട്ടെ, അത് പഴയ കഥ. ഇപ്പോ കോൺഗ്രസ് അവരുടെ ഏറ്റവും വലിയ അവതാരമായിട്ട് അവതരിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. പുതിയ അവതാരം. എന്താ മുസഫർ നഗറിൽ പോയപ്പോ അദ്ദേഹം പറഞ്ഞത്? മുസഫർ നഗറിൽ പോയി അദ്ദേഹം പ്രസ്താവിച്ചത് കാരണമാണ് രണ്ടാമത്തെ തവണ ചെന്നപ്പോ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി. എന്താ പറഞ്ഞത്? ആദ്യത്തെ സന്ദർശനത്തില് മുസഫർ നഗറിൽ ധാരാളം ആളുകൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു കലാപത്തിൽ. അപ്പൊ രാഹുൽ ഗാന്ധിയും പറഞ്ഞു ഇവിടെ നിരവധി പേർ കലാപത്തിൽ കൊല ചെയ്യപ്പെട്ടു. അടുത്ത വാചകം, ആ കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ നിന്ന് ചെറുപ്പക്കാര് പാകിസ്ഥാനിൽ പോയി തീവ്രവാദ പരിശീലനം നേടുകയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ലെങ്കിൽ ആ പറഞ്ഞതും RSSകാർ പ്രചരിപ്പിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? എങ്ങനെ RSSന്റെ സ്വരത്തിൽ സംസാരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു? അതാണ് കോൺഗ്രസ്. പണ്ടും കോൺഗ്രസ് അതാണ്, ഇപ്പോഴും കോൺഗ്രസ് അതാണ്. അപ്പൊ എങ്ങനെ കോൺഗ്രസിന് ആളുകൾ വോട്ട് ചെയ്യും? തകർന്നടിയുന്നുള്ളത് വേറൊരു ഭാഗം. ആ പാർട്ടി തകർന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും കോൺഗ്രസുകാരൻ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തിലെ മതന്യൂനപക്ഷത്തിന്റെ ഒരു പിന്തുണയും കോൺഗ്രസ് ലഭിക്കാൻ പോകുന്നില്ല. അപ്പൊ എന്തിനാ സാധ്യത? കോൺഗ്രസും BJPയുമല്ലാത്ത രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക കക്ഷികൾ ജയിച്ചു വരുന്നതിന്റെ ഭാഗമായുള്ള ഒരു സംവിധാനത്തിനാണ് സാധ്യത. അത്തരമൊരു സംവിധാനം ഉയർന്നു വരുമ്പോ അതിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം ഇടതുപക്ഷത്തിന് അതിൽ പ്രധാന റോൾ വഹിക്കാനുണ്ട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ ഘട്ടത്തിലും വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച മുന്നണിയാണ്. ഏതെങ്കിലും ഒരു പ്രാദേശിക കക്ഷിയല്ല ഇവിടെ പ്രബലമായത്. ഇവിടെ പ്രബലമായി നിൽക്കുന്നത് CPIM ആണ്. എന്നാൽ CPIM ഒറ്റക്കല്ല ഇവിടെ മത്സരിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലക്കാണ്. എല്ലാ ഘട്ടത്തിലും വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച മുന്നണി. സ്വാഭാവികമായും ആ മുന്നണിയാണ് ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്നത്. അപ്പൊ 2014 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ ചരിത്രം ആവർത്തിക്കലായിരിക്കും. ആ ചരിത്രം 2004-ലേതായിരിക്കും. 2004 കോൺഗ്രസിന് ഒറ്റ സീറ്റ് നേടാൻ കഴിഞ്ഞിരുന്നില്ല. 20 ലോക്സഭാ സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസിനുണ്ടായില്ല. അതേ ചരിത്രം ഈ 2014 ആവർത്തിക്കാൻ പോകുക. 2004 ഉണ്ടായത് കോൺഗ്രസിൽ വലിയ അന്തഛിദ്രം, UDF-നകത്ത് വലിയ തമ്മിലടി, സംസ്ഥാന ഗവൺമെന്റ് ജനദ്രോഹപരമായ നടപടികൾ റെക്കോർഡ് സൃഷ്ടിക്കൽ, ജനങ്ങളാകെ ഗവൺമെന്റിനെതിരെ. ഇതെല്ലാം ഇപ്പോഴും നിൽക്കുകയാണ്. കോൺഗ്രസിനെ തമ്മിലടി തീർക്കാനാണ് രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത്. അത് പുതിയ അടി സൃഷ്ടിക്കുന്നു. വലിയ തോതിലുള്ള തകർച്ച കോൺഗ്രസിന് വരാൻ പോകുന്നു. വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നീങ്ങാൻ പോകുന്നു. അപ്പോ പരിഹരിക്കാനാകാത്ത പ്രതിസന്ധിയായി കോൺഗ്രസിന് പ്രതിസന്ധി രൂപപ്പെടുകയാണ്. UDF വൻതോതിലുള്ള അന്തഛിദ്രം ബാധിച്ചിരിക്കുന്നു.
UDF-നെ തമ്മിലടിക്കാനേ നേരമുള്ളൂ. പല രീതിയിലാണ് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. UDF-നെ പിന്താങ്ങിയിരുന്ന സാമൂഹ്യ ശക്തികളുണ്ട് കേരളത്തിലെ. LDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടി UDF-നെ പിന്താങ്ങിയതായിരുന്നു. അവർക്കെല്ലാം ഇപ്പോൾ ഒരു കാര്യം പൂർത്തിയായി, ഇവരെ പിന്താങ്ങാൻ പാടില്ലായിരുന്നു. ഓരോ വിഭാഗത്തെ എടുത്ത് പരിശോധിച്ചോളൂ, ഞാൻ ആരുടെയും പേരെടുത്ത് ഇപ്പൊ പറയുന്നില്ല. പക്ഷേ UDF-നെ പിന്താങ്ങാൻ തയ്യാറായ കേരളത്തിലെ വിവിധ സാമൂഹ്യ ശക്തികളെ എടുത്ത് പരിശോധിച്ചോളി, അവരെല്ലാം പരസ്യമായി UDF-നെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് കേരളത്തിലെ സാഹചര്യം. അപ്പോ UDF അന്തഃഛിദ്രത്തിൽ UDF-നകത്തുള്ള